എന്ന ഗോസ്പൽ നിസിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മേരി ഒരു സ്കൂൾ ടീച്ചറാണ്. അവൾ രാവിലെ മുതൽ വൈകുന്നത് വരെ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം ഓടി വീട്ടിലെത്തി. വീട്ടിൽ വന്നതിന് ശേഷം വീട്ടുപണികളും അതുപോലെ തന്നെ തൻ്റെ കുടുംബകാര്യങ്ങളും എല്ലാം ചെയ്ത് അവൾ വളരെയധികം ക്ഷീണിതയായിട്ടാണ് പലപ്പോഴും ബെഡ്റൂമിലേക്ക് കടന്നു പോകാറുള്ളത്. അവൾ ആത്മീയമായിട്ടും മാനസികമായും ശാരീരികമായും വളരെ ക്ഷീണിതയായിരുന്നു. അതുമാത്രമല്ല, മാനസിക സംഘർഷങ്ങൾ കൊണ്ട്, വലിയ സമ്മർദ്ദം കൊണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്നുള്ള വിധത്തിലുള്ളതായ പ്രഷർ കുക്കർ പോലെയായിരുന്നു മേരി ടീച്ചറിൻ്റെ ജീവിതം. എന്നാൽ പലപ്പോഴും പ്രാർത്ഥിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ളതായ ഒരു വലിയ ഭാരവും അവരെ മതിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം കുട്ടികളെല്ലാം വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ളതായ പ്രയോജനം എന്താണ്, പ്രാർത്ഥന എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ചർച്ചാ ക്ലാസ് നടത്തുവാൻ ടീച്ചർ തീരുമാനിച്ചു. അതിനുവേണ്ടി സമയം ക്രമീകരിച്ചു. കുട്ടികളെയെല്ലാം ഈ കാര്യങ്ങളിൽ ബോധവാന്മാരും ബോധവതികളുമാക്കി. അതിനുശേഷം ടീച്ചർ ആ ചർച്ചാ ക്ലാസ് ലീഡ് ചെയ്തു. ഓരോ കുട്ടികളും പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണെന്നതിനെ കുറിച്ച് അവർക്കറിയാവുന്ന രീതിയിൽ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, മാഡം, പലപ്പോഴും എന്തു പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്ത പല പരിസ്ഥിതികളും എൻ്റെ ജീവിതത്തിൽ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വീർപ്പ് മുട്ടുന്ന മാനസികമായ വലിയ പിരിമുറുക്കത്തിൽ ഞാൻ ആകാറുണ്ട്. ആ സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നത് ബൈബിൾ എടുത്ത് അതിലെ ചില വാക്യങ്ങൾ വായിച്ച് അത് ധ്യാനിച്ച് അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കും. അതോടെ എൻ്റെ ആ മാനസിക സംഘർഷം മാറും, ആ പിരിമുറുക്കം നീങ്ങും, ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഇന്നലെ രാത്രിയിലും ഞാൻ വായിച്ച വാക്യം വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ 141 രണ്ടാമത്തെ വാക്യമാണ് ഇന്നലെ ഞാൻ വായിച്ചത്. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ശാന്തമായി കിടന്നുറങ്ങി. ഇത് നമ്മുടെ മേരി ടീച്ചറുടെ ജീവിതത്തിൽ വലിയൊരു ചലനം തന്നെ സൃഷ്ടിക്കാനിടയായിട്ടാണ്. അലീനയുടെ വാക്കുകൾ തൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരുന്നു. അന്ന് ജോലി കഴിഞ്ഞ് വളരെ വേഗം തന്നെ ഞാൻ വീട്ടിലെത്തി. വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ വേഗം ക്രമീകരിച്ചു. താൻ കുളിയെല്ലാം കഴിഞ്ഞ് തൻ്റെ റൂമിൽ കയറി താൻ വാതിലടച്ച് താൻ ബൈബിൾ എടുത്ത് ആ ബൈബിളിലെ അലീന പറഞ്ഞതായ സങ്കീർത്തനങ്ങൾ 141 രണ്ടാമത്തെ വാക്യം താൻ ഉച്ചത്തിൽ വായിച്ച് അത് ധ്യാനിച്ചു. അതിപ്രകാരമായി, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. തുടർന്ന് കണ്ണുകളടച്ച് തനിക്കറിയാവുന്ന രീതിയിൽ തൻ്റെ കഷ്ടങ്ങളും തൻ്റെ സങ്കടങ്ങളും തൻ്റെ വേദനകളും തൻ്റെ ദുരിതങ്ങളും തൻ്റെ ശാരീരിക മാനസിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചറിന് വലിയൊരു ആശ്വാസമായി, എന്തോ സന്തോഷം തൻ്റെ ഹൃദയത്തിൽ നിറയുന്നത് പോലെ തോന്നി. ദൈവിക സമാധാനത്താൽ നിറഞ്ഞ് തുള്ളിച്ചാടണമെന്നുള്ള താല്പര്യം ഈ ടീച്ചർക്ക് ഉണ്ടായി. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം താൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വീട്ടുകാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ക്രമീകരിച്ച് താൻ വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. അത് ആ ടീച്ചറുടെ ജീവിതത്തിൽ, തൻ്റെ കുടുംബജീവിതത്തിൽ, തൻ്റെ ആ തൊഴിൽ, തൻ്റെ ആ അധ്യാപനത്തിൽ ഒക്കെയും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പിരിമുറുക്കവും പ്രയാസങ്ങളും കൊണ്ട് നിങ്ങൾ വീർപ്പുമുട്ടുകയാണെങ്കിൽ, ശാരീരികമായും മാനസികമായും ആത്മീയമായും നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ, എൻ്റെ കാര്യം നിങ്ങൾ പറയാം. നിങ്ങൾ ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും അല്പസമയം നിങ്ങൾ ചെലവഴിക്കുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ഈ പ്രശ്നത്തിലെല്ലാം പരിഹാരം വരും എന്ന് നിങ്ങൾ അറിയുക. ഇസ്രായേലിയ പുരോഹിതന്മാർ യെരൂശലേം ദേവാലയത്തിൽ നിത്യവും വൈകുന്നേരങ്ങളിൽ
നടത്തി വന്നതായ നമസ്കാരത്തെയാണ് സന്ധ്യായാഗമെന്ന് പറയുന്നത്. ആ സമയത്ത് പുരോഹിതൻ യാഗത്തെയും ധൂപത്തെയും ദൈവസന്നിധിയിൽ ഉയർത്തി ആ സമയം സകല ഇസ്രായേല്യരും കർത്താവിനെ നമസ്കരിക്കുകയും ചെയ്തു. അതിനെയാണ് സന്ധ്യായാഗം എന്ന് പറയുന്നത്. അത് ദാവീദിന്റെ മനസ്സിൽ താൻ ധ്യാനിച്ചുകൊണ്ട് താൻ തൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അതാണ് നമ്മൾ 141 സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുപോലെ പൂർവ്വപിതാവായ ഇസഹാക്ക് സന്ധ്യാസമയത്ത് വെളിമ്പ്രദേശത്ത് കടന്നുപോയി താൻ ധ്യാനിക്കുക പതിവായിരുന്നു, പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. പകലന്തിയോളം ജോലി ചെയ്ത് താൻ കായികമായും മാനസികമായിട്ടുള്ളതായ ഭാരവും പ്രശ്നങ്ങളും അതെല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും താൻ വെളിമ്പ്രദേശത്തേക്ക് നടന്ന് അവിടെ ചെന്നിരുന്ന് ദൈവജനം ധ്യാനിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ധ്യാനിക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ വെളിമ്പ്രദേശത്ത് പോയിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വിശ്രമമില്ലാത്ത ജോലിയും അതുപോലെ തൊഴിലിടത്തെയും അഥവാ ജോലി സ്ഥലത്തെയും ഭവനത്തിലെയും ഒക്കെയുള്ളതായ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ, സംഘർഷമുഖരിതമായിരിക്കുന്ന അവസ്ഥകൾ മനുഷ്യ ജീവിതത്തെ വല്ലാതെ വീർപ്പ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പലവിധത്തിലുള്ള ആത്മഹത്യ നടക്കുന്നു, പല മനുഷ്യരും നാട് വിട്ടുപോകുന്നു, പലരും അസാന്മാർഗികതയിലേക്ക് പോകുന്നു, പലരും മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിത്തീരുന്നതിനെല്ലാം കാരണം മനുഷ്യന് കായികമായിട്ടുള്ള അധ്വാനവും അതിൻ്റെ ക്ഷീണവും പിന്നെ ഭവനത്തിൽ നിന്നും തൊഴിൽശാലകളിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉണ്ടാകുന്നതായ സംഘർഷങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ട് ആണ് മനുഷ്യൻ ഇങ്ങനെ വഴിതെറ്റിപ്പോകുവാൻ ഇടയാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീയും ഇതിൽ അംഗമാണെങ്കിൽ, ഇങ്ങനൊരു വിഷയത്തിൽ നീയും പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ വല്ലാതെ സംഘർഷഭരിതമായിരിക്കുന്ന ഒരു ജീവിതമാണ് നീ നയിക്കുന്നതെങ്കിൽ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, ഞാൻ നിങ്ങളോട് പറയാം, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ, അതിൽ സമാധാനം പ്രാപിക്കാൻ ഒരു മാർഗമുണ്ട്. അതത്രേ ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദയവായി നിങ്ങൾ കണ്ണുകളടച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ഞങ്ങളുടെ പൂർവ്വപിതാവായ ഇസഹാക്ക് പകലന്തിയോളം ജോലി ചെയ്ത് അതിനുശേഷം സന്ധ്യാവേളയിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി സമയം ചെലവഴിച്ചതുപോലെ ഞാനും അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. പ്രിയ പിതാവേ, സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗീയ അഗ്നി ഇറങ്ങുകയും തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്ന അന്യാരാധന ശക്തികളെ ഉന്മൂലനം ചെയ്ത കർത്താവേ, ഞാനെന്ന് അഭിമുഖീകരിക്കുന്ന ഈ ശാരീരിക, മാനസിക, ആത്മിക വിഷയങ്ങളിൽ മേൽ നിന്ന് രക്ഷിക്കണമേ. ഈ എന്നോടൊപ്പം കണ്ണുകളടച്ചിരിക്കുന്നു, തലകളെ വണക്കിയിരിക്കുന്നു ആ സഹോദരനെ അനുഗ്രഹിക്കണമേ, ആ സഹോദരിയെ അനുഗ്രഹിക്കണമേ, ആ മാതാവിനെ അനുഗ്രഹിക്കണമേ, ആ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. അവർ പഠനകാര്യത്തിലും തൊഴിൽ മേഖലയിലും കാർഷിക രംഗത്തും ബിസിനസ്സിലും വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുവാനായിട്ട് നിവൃത്തിയില്ലാതെ ശാരീരികമായിട്ട് ക്ഷീണം ഒരു ഭാഗത്ത്, രോഗം മറ്റൊരു ഭാഗത്ത്, കടഭാരം വേറൊരു ഭാഗത്ത്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേർപാടുകളും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പല വിധത്തിലും കർത്താവേ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അവരെ നീ സഹായിക്കണമേ, അവരെ രക്ഷിക്കുമാറാകണമേ. അവരത് ആത്മഹത്യ ചെയ്യുവാനോ അനാശാസ്യ പ്രവർത്തനം ഏർപ്പെടുവാനോ മദ്യത്തിനോ മയക്കുമരുന്നിനൊന്നും കടന്നു പോകാതെ അവരേവരും അനുഗ്രഹിക്കപ്പെട്ട തീരുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഈ സമയത്ത് തന്നെ അവരെ അങ്ങ് വിടിവിച്ച് അവരെ അങ്ങോട്ട് എഴുന്നേൽപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ. അവർക്ക് വേണ്ടതായ ആത്മീയ, ഭൗതിക, മാനസിക വിഷയങ്ങളുമൊക്കെയും വിടുതൽ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് സമാധാനത്തോടെ നടത്തുമാറാകണമേ. നല്ലൊരു വിദ്യാഭ്യാസം കഴിക്കട്ടെ കർത്താവേ, നല്ലൊരു ജോലിയിൽ അവർ പ്രവേശിക്കട്ടെ കർത്താവേ. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കർത്താവ് സമാധാന സന്തോഷത്തോടെ ചെയ്യുവാൻ അവരെ നീ സഹായിക്കണമേ. എൻ്റെ കാർഷിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ.
അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. അവരുടേതായ ഭൗതിക ജീവിതം, അവരുടെ കുടുംബജീവിതം കർത്താവെ, അവരുടേതായ ആത്മീയ ജീവിതം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. മിഷണറി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാവില്ലാതെ കഠിനാധ്വാനം ചെയ്ത് വീണ്ടും കർത്താവ് വിഷണ്ണരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ, അവർക്കും പൂർണ്ണമായ വിശ്രമവും സമാധാനവും സന്തോഷവും അങ്ങ് കൊടുക്കുമാറാകണമേ എന്നടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രയോജനപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.